എൻ്റെ കയ്യിലുള്ള കുറച്ച് റെഡ് ലിപ്സ്റ്റിക്സ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഡിലേ ആക്കാണ്ട് വീഡിയോയിലേക്ക് പോവാം. സോ ഫസ്റ്റ് വൺ വന്നിട്ട് ഫേസസ് കാനഡയുടെ ഈ ഒരു ലിപ് ക്രയോൺ ആണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഫെയറി ബ്രൗൺ. ഇത് വന്നിട്ട് നല്ലൊരു ബ്രൗണിഷ് അണ്ടർടോൺ വരുന്ന ഒരു റെഡ് ഷെയ്ഡാണ്. നല്ല ഒരു ബോൾഡ് ലുക്ക് തരും ഇത് അപ്ലൈ ചെയ്യുമ്പോൾ. ഡസ്കി സ്കിൻ ടോണിന് മാത്രമല്ല, ഒരു മീഡിയം ടു ഡസ്കി സ്കിൻ ടോണിന് ഭയങ്കര രസമായിരിക്കും. കുറച്ചും കൂടെ ലൈറ്ററാണ് നിങ്ങളുടെ സ്കിന്നെങ്കിൽ ഇത് ഭയങ്കര ഒരു ഡീപ്പർ ഷെയ്ഡ് പോലെ തോന്നും, ഭയങ്കര ഡാർക്കറായിട്ടിരിക്കും. മീഡിയം ടു ഡസ്കി സ്കിൻ ടോൺ ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു ബോൾഡ് ഷെയ്ഡ് ഓഫ് റെഡ് ഇട്ടൊരു ഫീൽ ആയിരിക്കും. നല്ലൊരു ബോൾഡ് ലുക്ക് കിട്ടും മൊത്തത്തിൽ. ഇത് മാറ്റ് ഫിനിഷ് ആണ്, ട്രാൻസ്ഫർ പ്രൂഫ് ആണ്. പക്ഷെ അപ്ലൈ ചെയ്ത ഉടനെ നമ്മൾ ട്രാൻസ്ഫർ ടെസ്റ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ട്രാൻസ്ഫർ ആവും. പക്ഷെ കുറച്ച് സമയം കൊടുത്താൽ മതി, ഇത് കംപ്ലീറ്റ്ലി ട്രാൻസ്ഫർ പ്രൂഫ് ആവും. പിന്നെ ഞാനിത് ഡെയിലിയും യൂസ് ചെയ്യും, ഫങ്ഷൻസിന് ഇട്ടുകൊണ്ട് പോകാറുണ്ട്. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫേവറേറ്റ് ഷെയ്ഡ് ഓഫ് റെഡ് ആണിത്. നെക്സ്റ്റ് വന്നിട്ട് ഷുഗറിന്റെ ഈ ഒരു മാറ്റ് അറ്റാക്ക് ട്രാൻസ്ഫർ പ്രൂഫ് ലിപ്സ്റ്റിക് ഇൻ ദി ഷെയ്ഡ് മെറൂൺ വൈബ്. ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് നല്ലൊരു ബ്രൈറ്റ് റെഡ് ആണ്. നമ്മൾ ഇട്ട ഉടനെ നമ്മുടെ ഫേസിനും ആ ഒരു ബ്രൈറ്റ്നെസ് കൊടുക്കും. ഇങ്ങനെ നന്ന ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു റെഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് ഫങ്ഷൻസിന് ഇടാനാണ് പ്രിഫർ ചെയ്യുന്നത്. ആ ഒരു നല്ലൊരു ബ്രൈറ്റ് ഫീൽ ഉള്ളതുകൊണ്ട്. ഇതും ട്രാൻസ്ഫർ പ്രൂഫ് ആണ്, മാറ്റ് ഫിനിഷ് ആണ്. ഇത് ഇട്ട് അധികം സമയമൊന്നും കൊടുക്കേണ്ട, ഒരു 2-3 സെക്കൻഡ്സിനുള്ളിൽ തന്നെ ഇത് കംപ്ലീറ്റ് മാറ്റ് ഫിനിഷ് ആയി ട്രാൻസ്ഫർ പ്രൂഫ് ആവും. അപ്പോൾ ഒരുപാട് സമയമൊന്നും കൊടുക്കണ്ട. ഇതും നല്ല സൂപ്പർ ഒരു ഷെയ്ഡാണ്, ഫങ്ഷൻസിനൊക്കെ പറ്റിയ ഷെയ്ഡാണ്. അടുത്തത് വന്നിട്ട് ഫേസസ് കാനഡയുടെ തന്നെയാണ്. അവരുടെ ഒരു കംഫി സിൽക്ക് ലിപ് കളർ, ആ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്ക്. അപ്പോൾ ഇതിലെ ഷെയ്ഡ് വന്നിട്ട് എലഗൻറ്റ് മെറൂൺ. ഇത് നിങ്ങൾ എൻ്റെ സ്കിൻ ഷെയ്ഡ് ആണെങ്കിൽ, ഒരു ഡസ്കി സ്കിൻ ടോണിൽ എൻ്റെ സ്കിൻ ഷെയ്ഡ് തന്നെ ആണെങ്കിൽ ഈ ഒരു ബോട്ടിൽ കാണുന്ന കളറില്ലേ, ഈ ഒരു സെയിം കളറാണ് നമ്മൾ ലിപ്സിൽ അപ്ലൈ ചെയ്യുമ്പോഴും വരുന്നത്. ഇതേപോലെ ഇരിക്കും. ഇതെന്താ പറയുന്നത് വെച്ചാൽ ഇതിന് ഒരു കറക്റ്റ് ഒരു റെഡ് ഷെയ്ഡ്, ഡസ്കി സ്കിൻ ടോണിന് പറ്റും നല്ലൊരു കറക്റ്റ് റെഡ് ഷെയ്ഡ്. അങ്ങനെ ഒരു ഷെയ്ഡായിട്ടാണ് എനിക്ക് ഇതിനെ ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതും കംപ്ലീറ്റ് ട്രാൻസ്ഫർ പ്രൂഫ് ആണ്, ലിക്വിഡ് മാറ്റ് ഫിനിഷ് ആണ്, ലിപ്സിൽ കംഫർട്ടബിൾ ഒക്കെയാണ്, ഒരു പ്രശ്നവുമില്ല, നല്ലൊരു ഷെയ്ഡാണ്. എനിക്കിത് കൂടുതലും ഫങ്ഷൻസിനൊക്കെ ഇടാനാണ്, ഒരു നല്ലൊരു റെഡ് ഷെയ്ഡല്ലേ, ഫങ്ഷൻസിനൊക്കെ ഇടാനാണ് ഇഷ്ടം. അല്ലാണ്ടും ഇടാൻ കുഴപ്പമൊന്നുമില്ല. അടുത്തത് വന്നിട്ട് മേബിലിൻ്റെ സെൻസേഷണൽ ലിക്വിഡ് മാറ്റ് ലിപ്സ്റ്റിക്ക്, ഷെയ്ഡ് വന്നിട്ട് സോഫ്റ്റ് വൈൻ. ഈ ഒരു ഷെയ്ഡിനെ പറ്റി പറയാനാണെങ്കിൽ ഇതൊരു ഓറഞ്ച് റെഡ്, അതായത് എൻ്റെ സ്കിൻ ടോണിൽ വന്നിട്ട് ഇത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എനിക്കൊരു റെഡാണ്, പക്ഷെ ഒരു ഓറഞ്ചിലോട്ടൊരു ചായവുള്ള പോലെ ഫീൽ ചെയ്യും. ചിലപ്പോൾ ഒരു റസ്റ്റഡ് റെഡ് ഷെയ്ഡ് അങ്ങനത്തെ ഒക്കെ ഒരു ഷെയ്ഡാണെന്ന് തോന്നുന്നു. എനിക്ക് ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇത് ഞാൻ ഡെയിലി യൂസ് ചെയ്യും, എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. കാരണം ഇതൊരു ബ്രൈറ്റ് റെഡിൻ്റെ ഒരു എഫക്റ്റ് ഇല്ലാത്തതുകൊണ്ട് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഈ ലിപ്സ്റ്റിക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സ്കിൻ ടോണ്, അതിൻ്റെ അണ്ടർ ടോണ്, പിന്നെ നമ്മുടെ ലിപ്സിൻ്റെ കളറ് ഒക്കെ വെച്ചിട്ട് പലർക്കും പലതായിട്ട് മാറും. ഡസ്കി സ്കിൻ ടോൺ ആണെങ്കിൽ പോലും ഓരോരുത്തർക്ക് അപ്ലൈ ചെയ്യുമ്പോഴും ഓരോ ഷെയ്ഡായിരിക്കും ഇതിങ്ങനെ കാണിക്കാൻ, ഓരോ ഷെയ്ഡ് പോലെ ഇരിക്കും. അപ്പം അതാണ് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു പ്രശ്നം. ഇതും സൂപ്പർ മാറ്റ് ഫിനിഷ് ആണ്, ട്രാൻസ്ഫർ പ്രൂഫ് ആണ്. ഇത് അപ്ലൈ ചെയ്ത ഉടനെ മാറ്റ് ഫിനിഷ് ലൈക്ക് ട്രാൻസ്ഫർ പ്രൂഫ് ആവും, മാറ്റായിട്ട് ട്രാൻസ്ഫർ പ്രൂഫ് ആവും ഈ ഒരു ലിപ്സ്റ്റിക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ലാസ്റ്റ് വന്നിട്ട് ലാക്മേയുടെ ഈ ഒരു ഫോറെവർ ലിക്വിഡ് ലിപ് കളറിൻ്റെ ഷെയ്ഡ് റെഡ് സാങ്കരിയ. ഇതൊരു ഡീപ്പ് മെറൂൺ, ഭയങ്കര ഒരു ഡീപ്പായിട്ടുള്ള ബോൾഡ് ഷെയ്ഡാണ്. പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്തത് ഇങ്ങനത്തെ ഒരു ഷെയ്ഡല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു പെട്ടെന്ന് ആദ്യം ഞാൻ ഇത് അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഞാൻ എക്സ്പെക്ട് ചെയ്തത് ഇത്ര ഒരു ഡീപ്പായിട്ടുള്ള ഷെയ്ഡല്ലായിരുന്നു. ഇത് ഭയങ്കര ഒരു ബോൾഡ് ലുക്ക് വരും, നല്ലൊരു ഡീപ്പ് ഷെയ്ഡ്. പിന്നെ ഇതിൻ്റെ കൺസിസ്റ്റൻസി വന്നിട്ട് ഒരു വാട്ടറി കൺസിസ്റ്റൻസിയാണ്. ഇതിന് ഈ ഒരു ഷെയ്ഡ് മാത്രമല്ല, ഞാൻ വേറെ ഷെയ്ഡ് ട്രൈ ചെയ്തിട്ടുണ്ട്, അതിലൊന്നും എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം തോന്നിയിട്ടില്ല. പക്ഷേ ഇതിൽ വന്നിട്ട് ഈ ഒരു ഭയങ്കര ഒരു വാട്ടറി കൺസിസ്റ്റൻസി പോലെ വന്നപ്പോൾ എനിക്ക് അങ്ങോട്ട് അത്രയ്ക്കും ഇഷ്ടമായില്ല. പക്ഷെ നല്ല ഷെയ്ഡാണ്. ഇങ്ങനത്തെ ഡീപ്പ് ബോൾഡ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. ഇതും നല്ല മാറ്റ് ഫിനിഷ് ആണ്, ട്രാൻസ്ഫർ പ്രൂഫ് ആണ്, നല്ല കംഫർട്ടബിളും ആണ് ലിപ്സിൽ. സോ അപ്പോൾ അതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള കുറച്ച് റെഡ് ലിപ്സ്റ്റിക്സ്. എല്ലാ പ്രോഡക്റ്റ് ലിങ്ക്സും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ, യൂസ്ഫുൾ ആയെന്ന് തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.